ദീനുൽ ഇസ്ലാമിന് ഒരിക്കലും വെച്ചു പൊറുപ്പിക്കാൻ കഴിയാത്ത തൗഹീദിന് വിരുദ്ധമായ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയാദർശങ്ങൾക്ക് വിരുദ്ധമായ ഒരുപാട് പ്രവർത്തനങ്ങളും ഔലിയാക്കളുടെ പേരിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നെത്രയോ ഇടങ്ങളിലാണ് ഔലിയാഇന്റെ പേര് പറഞ്ഞുകൊണ്ട് ചന്ദനക്കുട മഹോത്സവങ്ങൾ പോലും കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് ആനയും അമ്പാരിയും ശിങ്കാരി മേളവും ഗാനമേളവും ഉൾപ്പെടെ നടത്തി ഔലിയാക്കളുടെ പേര് പറഞ്ഞുകൊണ്ട് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയാദർശങ്ങൾക്ക് ഒരിക്കലും അംഗീകരിക്കാത്ത രീതിയിൽ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും അക്രമങ്ങളും നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കലും ഇതിനെ നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. ഒരിക്കലും ഇതിന് നമുക്ക് കൂട്ടുനിൽക്കാൻ കഴിയില്ല. ഇതിനെ എതിർക്കണം. ഇതിനൊക്കെ എതിരെ യഥാർത്ഥ സുന്നത്ത് ജമാഅത്തിന്റെ ആശയാദർശങ്ങൾ നാം പറയണം. ഒരു ഭാഗത്ത് ഔലിയാഇന്റെ പേരിൽ പ്രകാരം തെമ്മാടിത്തരങ്ങൾ നടക്കുമ്പോൾ മറ്റൊരു ഭാഗത്ത് ഈ തെറ്റുകളെ എതിർക്കേണ്ടെന്നതിന് പകരം, ഈ കുഴപ്പങ്ങളെ ഇല്ലായ്മ ചെയ്യേണ്ടെന്നതിന് പകരം അള്ളാഹുവിന്റെ ഔലിയാക്കളെ തന്നെ മോശമായി ചിത്രീകരിക്കുന്ന ഒരവസ്ഥയുണ്ടാവുകയാണ്. ഈ തെറ്റുകൾ ചെയ്യുന്നവരെ കുറ്റപ്പെടുത്തുകയും ഒറ്റപ്പെടുത്തുകയും വേണം. പക്ഷേ അതിന്റെ പേരിൽ ഔലിയാക്കളുടെ സ്ഥാനങ്ങൾ കുറച്ചുകൊണ്ട്, അവരുടെ കറാമാത്തുകൾ നിഷേധിച്ചുകൊണ്ട്, അവരുടെ മഹത്വം സമൂഹത്തിന്റെ മുന്നിൽ താഴ്ത്തി കാണിച്ചുകൊണ്ട് നിസാരമായ നിലയിൽ ഔലിയാഇനെ അഭിസംബോധന ചെയ്യുകയും ഔലിയാഇനെ വളരെ മോശമായി സമൂഹത്തിന്റെ മുന്നിൽ താറടിച്ചു കാട്ടുകയും ചെയ്യുന്നതായ ഒരവസ്ഥയും സംജാതമാവുകയാണ്. അവിടെ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ, വിശുദ്ധ ഖുർആനിന്റെ വെളിച്ചത്തിൽ, ഹദീസിന്റെ വെളിച്ചത്തിൽ, ഫുഖഹാക്കളുടെ വാക്കുകളുടെ വെളിച്ചത്തിൽ ആരാണ് ഔലിയാക്കളെന്നും എങ്ങനെയാണ് അവരെ ആദരിക്കേണ്ടുന്നത് എന്നും എങ്ങനെയാണ് അവരുമായി ബന്ധപ്പെടേണ്ടത് എന്നും വ്യക്തമായി ഞാനും നിങ്ങളും തിരിച്ചറിയേണ്ടുന്നതുണ്ട്. അതിലേക്കാണ് സഹോദരങ്ങളെ ചെറുതായി നാം ഒന്ന് കടന്നു പോകുന്നത്. പടച്ചവൻ കാര്യങ്ങൾ സ്പഷ്ടമായി വ്യക്തമായി തിരിച്ചറിഞ്ഞുകൊണ്ട് യഥാർത്ഥ സുന്നത്ത് ജമാഅത്തിന്റെ ആശയാദർശങ്ങളിൽ ഉറച്ചു നിന്ന് ജീവിക്കാൻ, ഈമാനോടുകൂടി ജീവിക്കാൻ, ഈമാനോടുകൂടി മരിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ഹബീബായ സയ്യിദുനാ മുത്തുളി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ സഹാബാക്കൾക്ക് ഔലിയാക്കളെ പറ്റി പരിചയപ്പെടുത്തി കൊടുക്കുക. ഔലിയാക്കളെ പറ്റി നമ്മൾ ചർച്ച ചെയ്യണം. ഔലിയാക്കൾ ആരാണ് എന്ന് പരിചയപ്പെടണം. ഹബീബായ സയ്യിദുനാ മുത്തുളി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബാക്കൾക്ക് ക്ലാസ് എടുത്തു കൊടുക്കുകയാ. അതേ സ്വർഗ്ഗലോകത്തെ പടച്ച തമ്പുരാൻ കൊടുക്കുന്ന അനുഗ്രഹങ്ങളെ പറ്റി ചർച്ച ചെയ്യുമ്പോൾ അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഒരു കൂട്ടം ആളുകൾ സ്വർഗത്തിലുണ്ട്. പടച്ച തമ്പുരാൻ അവർക്ക് വല്ലാത്ത സ്ഥാനമാനങ്ങൾ കൊടുക്കുന്നുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവർക്ക് വല്ലാത്ത അനുഗ്രഹങ്ങൾ കൊടുക്കുന്നുണ്ട്. 70,000 മുറികളുള്ള മണിമാളികകൾ പടച്ച തമ്പുരാൻ അവർക്ക് കൊടുക്കുകയാ. ഒരുപാട് അലങ്കാരങ്ങളും ഒരുപാട് ആഭരണങ്ങളുമുള്ള ഈ 70,000 മുറികളുള്ളതായ ചുമന്ന മരതക കല്ലുകൾ കൊണ്ട് അലങ്കരിക്കപ്പെട്ടതായ ഈ 70,000 മുറികളുള്ളതായ മണിമാളികകളുണ്ടല്ലോ, പടച്ച തമ്പുരാൻ ആ സ്വർഗത്തിലുള്ള ഒരു കൂട്ടം ആളുകൾക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഒരുക്കി കൊടുക്കുന്നു. ഇപ്രകാരം 70,000 മുറികളുള്ള മണിമാളികകളിൽ വലിയ വലിയ ഗോപുരങ്ങളിലാ അനുഗ്രഹീതരായ മനുഷ്യർ കഴിഞ്ഞുകൂടുകയാ. ഹബീബായ റസൂൽ പറയുകയാ, അവര് ഭൂമി ലോകത്ത് ജീവിക്കുമ്പോൾ പരസ്പരം സ്നേഹിച്ചവരാ. അവര് പടച്ച തമ്പുരാനും പഠിപ്പിച്ച വിഷയങ്ങളെ വാസ്തവമാക്കിയവരാ. അവര് ദീനിന്റെ പേരിലൊന്ന് ചേർന്നവരാ. അവർ ദീനിന്റെ പേരിൽ പരസ്പരം സ്നേഹിച്ചവരാ. അങ്ങനെയുള്ളതായ ഒരു കൂട്ടം ആളുകൾക്ക് കിട്ടുന്ന സ്ഥാനമാനങ്ങളാ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവർക്കതാ പ്രകാശത്തിന്റെ പീഠം ഒരുക്കി കൊടുക്കുകയാ. അലാ മനാബിരിൻ മിൻ നൂർ, ഹബീബായ മുത്ത് പിടിപ്പിക്കുകയാ. പ്രകാശത്തിന്റെ പീഠങ്ങളെ പടച്ച തമ്പുരാൻ അവർക്ക് കൊടുക്കുകയാ. അങ്ങനെ പ്രകാശ പീഠങ്ങളിലേറുന്ന അനുഗ്രഹീതരായ മനുഷ്യരില്ലേ, 70,000 മുറികളുള്ള ചുമന്ന മരതകം കൊണ്ട് അലങ്കരിക്കപ്പെട്ടതായ ഗോപുരങ്ങളിൽ മണിമാളികകളിൽ കഴിഞ്ഞുകൂടുന്ന മനുഷ്യരില്ലേ, ഹബീബായ റസൂൽ പറയുകയാ, ഇത്രത്തോളം ആദരവും ബഹുമാനവും ഏറ്റെടുക്കുന്നവർ അവരെല്ലാവരും അമ്പിയാക്കളല്ല, അവരെല്ലാവരും മുർസലീങ്ങളല്ല. അമ്പിയാക്കളല്ലാത്ത മുർസലീങ്ങളല്ലാത്ത എന്നാൽ അമ്പിയാക്കൾ ആഗ്രഹിച്ചു
പോകുന്ന സ്ഥാനമാനങ്ങൾ കിട്ടുന്നവര്, മുർസലീങ്ങൾ ആഗ്രഹിച്ചു പോകുന്ന സ്ഥാനമാനങ്ങൾ കിട്ടുന്നവര്, 70,000 മുറികളുള്ള മണിമാളികകളുടെ ഏറ്റവും മുകളിലേക്ക് ചെന്നിട്ടവർ ഭൂമി സ്വർഗത്തിലെ താഴത്തിങ്ങനെ ഉല്ലസിക്കുന്ന ആളുകളിലേക്ക് നോക്കുകയാ. ഈ സമയത്ത് സ്വർഗത്തുള്ള ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന സാധാരണ മനുഷ്യരില്ലേ, ആ മനുഷ്യരൊക്കെ ഓടുകയാണ്. അവരെല്ലാം ഇങ്ങനെ ഓടുകയാ. അള്ളാഹു അനുഗ്രഹിച്ച ഒരു കൂട്ടം ആളുകളുണ്ട് അവിടെ. അവര് സ്വർഗത്തിലെ അതേ പ്രകാശത്തിന്റെ പീഠങ്ങളിൽ കയറിയിരിക്കുന്നവരാ. 70,000 മുറികളുള്ള മണിമാളികകളിലുള്ളവരാണ്. അവര് അമ്പിയാക്കളല്ല, മുർസലീങ്ങളല്ല, പക്ഷേ അല്ലാഹുവിന്റെ ആദരവ് ഏറ്റുവാങ്ങിയ ആളുകളാ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ കാണുന്നതിന് വേണ്ടി ഞാനും നിങ്ങളും ഉൾപ്പെടെയുള്ള സാധാരണ മനുഷ്യരിങ്ങനെ അവരുടെ മണിമാളികൾക്കടികിലേക്ക് ഓടിയെത്തുമത്രേ. ആ സമയത്ത് ഇങ്ങനെ ഉയർന്നതായ മണിമാളികകളിൽ ആ ഗോപുരങ്ങളുടെ ഏറ്റവും മുകളിൽ നിൽക്കുന്ന ആളുകളുണ്ടല്ലോ, അവരതിൽ നിന്ന് താഴേക്ക് നമ്മളെ നോക്കുകയാ. ഏറ്റവും മുകളിൽ നിന്നവര് നമ്മളെ നോക്കുമ്പോൾ സ്വർഗത്തിന്റെ താഴെ നിന്നുകൊണ്ട് നാം ഓരോരുത്തരും അവരിലേക്ക് നോക്കുകയാ. അള്ളാന്റെ ഹബീബ് പറയുന്നു, ആ സമയത്തെ അവസ്ഥ എന്തെന്നറിയുമോ? ഭൂമിയിൽ നിന്ന് ആകാശത്തേക്ക് നോക്കുമ്പോൾ സൂര്യനെ പ്രകാരം പ്രോജ്വല പ്രഭയോടുകൂടി കത്തിജ്വലിച്ച് നിൽക്കുന്നു. ഭൂമിയിൽ നിന്നെങ്ങനെയാണോ സൂര്യനെ കാണുന്നത്, അതുപോലെ സ്വർഗത്തിൽ നിന്നുകൊണ്ട് ആ മണിമാളികകളിലേക്ക് നോക്കുന്ന സാധാരണക്കാരായ ആളുകൾക്ക് സൂര്യൻ തിളങ്ങുന്നത് പോലെ അമ്പിയാ മുർസലീങ്ങളല്ലാത്ത അല്ലാഹു ആദരിച്ച ആ മഹത്തുക്കളെ തിളങ്ങി കാണുകയാ. ഹബീബായ റസൂൽ ഇതിങ്ങനെ വിവരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അറാബിയായ ഗ്രാമീണനായ സഹാബി തന്റെ മുട്ടിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് അള്ളാന്റെ ഹബീബിനോട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട ഹബീബേ, അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട തിരുദൂതരെ, അതാരാണെന്നൊന്ന് പറഞ്ഞു തരിക നബിയേ. അമ്പിയാക്കളല്ലാത്തവര്, മുർസലീങ്ങളല്ലാത്തവര്, എന്നാൽ പടച്ച തമ്പുരാൻ സ്വർഗത്തിൽ അനുഗ്രഹം കൊടുത്തവര്, 70,000 മുറികളുള്ള മണിമാളികകൾ കൊടുത്തവര്, പ്രകാശത്തിന്റെ പീഠങ്ങൾ കൊടുത്തവര്, അവരാരെന്ന് ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരൂ ഹബീബേ, അവരാരെന്ന് ഞങ്ങൾക്കൊന്ന് അറിയിച്ചു തരൂ ഹബീബേ. ഹബീബായ മുത്ത സഹാബത്തിനോട് പറയുന്ന സഹാബ, അവര് മറ്റാരുമല്ല സഹാബ, അവര് മറ്റാരുമല്ല സഹാബ, ഹും ഔലിയാഉല്ലാഹ്, ഹും ഔലിയാഉല്ലാഹ്, അവരല്ലാഹുവിന്റെ ഔലിയാക്കളാണ് സഹാബ, അവരല്ലാഹുവിന്റെ ഔലിയാക്കളാണ് സഹാബ. ഹബീബായ റസൂൽ പറയുകയാ, വലിയ വലിയ അനുഗ്രഹങ്ങളാ സ്വർഗ്ഗലോകത്ത് പടച്ച തമ്പുരാൻ അവന്റെ ഔലിയാക്കൾക്ക് കൊടുക്കുന്നതെങ്കിൽ സ്വർഗത്തിലും പടച്ചവൻ ആദരവ് കൊടുക്കുകയാ ഔലിയാക്കൾക്ക്. സ്വർഗത്തിൽ അല്ലാഹു സ്ഥാനമാനങ്ങൾ കൊടുക്കുകയാ ഔലിയാക്കൾക്ക്. അല്ലാഹുവിന്റെ ഖുർആൻ ഔലിയാക്കളെ പരിചയപ്പെടുത്തിയില്ല. അലാ, ഏ വിശ്വാസികളെ നിങ്ങൾ അറിയുക, ഏ വിശ്വാസികളെ നിങ്ങൾ അറിയുക, ഇന്ന ഔലിയാ അല്ലാഹ്, നിശ്ചയമായും അല്ലാഹുവിന്റെ ഔലിയാക്കൾ എന്ന് പറയുന്നവര് അല്ലാഹുവരെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നതിന്റെ പേരിൽ ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, യാതൊരുവിധ ഭയപ്പാടും ആവശ്യമില്ലാത്തവരത്രേ ഔലിയാക്കള്. ദുനിയാവിലോ ആഖിറത്തിലോ ഭയപ്പാടവരില്ലാത്തവരാ ഔലിയാക്കള്, വിഷമങ്ങളില്ലാത്തവരാ ഔലിയാക്കള്, പ്രയാസങ്ങളില്ലാത്തവരാ ഔലിയാക്കള്. പടച്ച തമ്പുരാൻ ആദരിക്കുന്ന, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ബഹുമാനിക്കുന്ന, അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ ഏറ്റെടുത്ത പടച്ചവന്റെ സച്ചരിതരായ സജ്ജനങ്ങളും സ്നേഹജനങ്ങളുമാ അല്ലാഹുവിന്റെ ഔലിയാക്കൾ എന്ന വിശുദ്ധ ഖുർആൻ. എത്രത്തോളമാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ ഔലിയാക്കളെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തത്. ഹബീബായ മുഫ്തിന്റെ നാവിൻ തുമ്പിലോട് ഒരു ഖുദ്സിയായ ഹദീസിൽ ഹബീബായ റസൂലിന്റെ നാവിലോട് പടച്ച തമ്പുരാൻ തന്നെ പറഞ്ഞു പരിചയപ്പെടുത്തിയില്ലേ, മൻ ആദാലി വലിയാ ഫഖദ് ആദംതുഹു ബിൽ ഹർബ്. എന്റെ ഔലിയാക്കളോട് ആര് ശത്രുത പ്രഖ്യാപിച്ചുവോ, എന്റെ ഔലിയാക്കളെ ആര് അപമാനിച്ചുവോ, എന്റെ ഔലിയാക്കളോട് ആര് എതിര് പ്രവർത്തിച്ചുവോ, എന്റെ ഔലിയാക്കളോട് ആര് ബഹുമാനക്കുറവ് കാണിച്ചുവോ, ഫഖദ് ആദംതുഹു ബിൽ ഹർബ്. അങ്ങനെ ഔലിയാക്കളെ ആദരിക്കാത്തവനോട് ബഹുമാനിക്കാത്തവനോട് ഞാനിതാ യുദ്ധ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു. ഒന്ന് പറയൂ ഹബീബേ.